ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് വീണ്ടും സിപിഐഎം സമരം അനാവശ്യമാണ് എന്നും ചില ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ചതാണ് എന്നും മുതിർന്ന നേതാവ് ഇ.പി. ജയരാജൻ പറഞ്ഞു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മാധ്യമങ്ങളോടായിരുന്നു ഇ.പിയുടെ പ്രതികരണം. ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. അതിന് ഞങ്ങൾക്കൊരിക്കലും ആ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ഈ വർത്തമാനം പറയാൻ പ്രതിരോധിക്കാൻ കുറെ വാചകങ്ങളും കുറെ ഇതും കണ്ടുപിടിച്ച് ഇത്തരത്തിൽ വാദഗതികൾ ഉന്നയിക്കുകയാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കി, രാജ്യത്തിന്റെ പൊതുനില മനസ്സിലാക്കി, കേരളത്തിന്റെ നില മനസ്സിലാക്കി, വലിയ ബാധ്യതകളൊന്നും ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ജനങ്ങളെ ആകെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ. ആ നില മനസ്സിലാക്കി അവർ പ്രവർത്തിക്കുന്നത്. ഇ.പി. ജയരാജന് മറുപടിയുമായി ആശാ വർക്കർമാർ സമരം നടത്തുന്നത് കുബുദ്ധി എന്ന് പറയുന്നവർക്കാണ് രാഷ്ട്രീയ താൽപര്യം. തങ്ങളുടെ താൽപര്യം രാഷ്ട്രീയമല്ല, വേതന വർധനവാണ് എന്ന് ആശമാർ പറയുന്നു. സെക്രട്ടേറിയറ്റ് നടയിലെ ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ 34ാം ദിവസമാണ്. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വരുന്ന 17ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരെയും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തിക്കാൻ സാധിക്കും എന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. അതേസമയം നിയമസഭാ സമ്മേളനത്തിനിടയിൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കും എന്ന വിലയിരുത്തൽ ഇടതുമുന്നണിക്കുള്ളിൽ ഉണ്ട്. ഡാൻ കുര്യൻ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, മുതിർന്ന നേതാക്കളെല്ലാം ആശാസമരത്തെ തള്ളിപ്പറയുന്നു. ഏറ്റവും ഒടുവിൽ വിമർശനവുമായി എത്തിയിട്ടുള്ളത് ഇ.പി. ജയരാജൻ ആണ്. അതിനിടയിലാണ് സമരം ശക്തിപ്പെടുത്താനുള്ള ആശാവർക്കർമാരുടെ തീരുമാനം. എങ്ങനെയാണ് ഈ സമരത്തിന്റെ പോക്ക്? അഭിലാഷ്, 34ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനിശ്ചിതകാല സമരം. അതിന്റെ ഭാഗമായി സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വരുന്ന തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും അതോടൊപ്പം ബി.ജെ.പിയും മറ്റ് രാഷ്ട്രീയ കക്ഷികളും മഹിളാ സംഘടനകളുമൊക്കെ നേരത്തെ തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഇന്നും സമരപ്പന്തലിൽ അത് തന്നെയാണ് കാഴ്ചകൾ. ഈ NPPയുടെ പേരിൽ കുറച്ചധികം പ്രവർത്തകർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആശാ വർക്കർമാർ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വരും ദിവസങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് വിവരം. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഇ.പി. ജയരാജൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ സമരത്തെ പൂർണ്ണമായി തള്ളിക്കളയുമ്പോഴും അതിനോട് ആശാ വർക്കർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുകൂടി പ്രധാനമാണ്. ഇന്ന് രാവിലെ ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ചില കുബുദ്ധികളുടെ ആശയമാണിത്. ഇതൊരു യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ്. പിന്നെ എന്തിനിങ്ങനെ ഒരു സമരം തുടരണമെന്നാണ് അദ്ദേഹം ആ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. സാറേ, അദ്ദേഹത്തിന് ആശമാരെന്താണെന്ന് അറിഞ്ഞൂടാ. അറിയാമെന്നുള്ള ഒരു വ്യക്തിയായിരുന്നെന്നുണ്ടെങ്കിൽ, പാർട്ടിക്കാരായിരിക്കാം, അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ആശമാരെ പറ്റി ഇങ്ങനെ പറയില്ല. കൊറോണ സമയത്ത് ഞങ്ങൾ വേണം, കൊറോണ കാലം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വേണം. ഞങ്ങൾ ആരാണെന്ന് പോലും അവർക്കറിയില്ല. അവരുടെ വീടുകളിൽ ഒറ്റയ്ക്ക് മുറികളിൽ കൂട്ടിയിട്ട് കിടന്നപ്പോഴത്തേക്ക് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളാ പോയത്. 232 രൂപയ്ക്ക് ആ സാറിന്റെ വീട്ടില് കുടുംബം നോക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞാൻ പോകുന്ന എന്റെ ഏരിയയിൽ എനിക്ക് 200 രൂപ വേണം ഒരു ദിവസം. ഒരു ഓട്ടോ പിടിച്ച് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നെങ്കിൽ എനിക്ക് 486 വീടുണ്ട്. അതിൽ 1650 പോപ്പുലേഷൻ ഉണ്ട്. ഇത്രയും പേരെ നോക്കാനും എടുക്കാൻ ആ വീടുകളിൽ പോകാനും ഒരു മാസം കൊണ്ട് തീരില്ല. എത്ര ദിവസം ആട്ടയ്ക്ക് ഒരു ദിവസം 200 രൂപ വെച്ച് എത്ര ദിവസം വേണമെന്ന് ആലോചിച്ച് നോക്കണം സാർ. ഈ 232 രൂപ ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് എന്ത് ചെയ്യാനാ സാറേ? ഞങ്ങളുടെ അവകാശം ജോലി ചെയ്ത കൂലിയല്ലേ ചോദിക്കുന്നത്. ജോലി ചെയ്ത കൂലി ചോദിച്ചപ്പോൾ ഇവർക്ക് ഇത്ര നാണക്കേടും ഇവർക്ക് ഇത്ര ഞങ്ങളെ ആക്ഷേപിക്കുക എന്തായിരിക്കണം? ഞങ്ങൾ ചൂലുകാരാണെന്ന് പറഞ്ഞു, ഞങ്ങള് പാട്ടപ്പിരിവാറെന്ന് പറഞ്ഞു. എന്തിനാ ഇവർക്ക് ഇത് പറയാനുള്ള യോഗ്യത ഉണ്ടോ സാറേ? യോഗ്യത ഉണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ വരട്ടെ, അവര് ഞങ്ങളെ കൂടെ ഇറങ്ങി ഞങ്ങളെ ഫീൽഡിൽ വരട്ടെ, വന്നിട്ട് ചോദിക്കട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ അവകാശം വാങ്ങിയിട്ടേ പോകുള്ളൂ. ഇവിടെ കിടന്ന് മരിച്ചാലും ശരി തന്നെ. ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹതയുള്ളത് കൂലി വാങ്ങിയിട്ടേ പോലും. ഈ ജയരാജൻ സാർ പറയുന്നു, ജയരാജൻ സാറിന് എന്തറിയാം ആശമാരെ പറ്റി? എന്തോന്നറിയാം? വരട്ടെ, ഒരാഴ്ചയിൽ 2 ദിവസം ഞങ്ങളുടെ കൂടെ ഫീൽഡിൽ വരാമോ?
ഈ പറഞ്ഞ നേതാവിന് 2 ദിവസം ഞങ്ങൾ കൊള്ളുന്ന വെയിലും മഴയും മഞ്ഞും കൊള്ളാൻ ചങ്കൂറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇറക്കുക. എന്നിട്ട് പറയട്ടെ ഞങ്ങൾ ഈ ഇരിക്കുന്നത് കള്ള ആശമാരാണ്, ഒറിജിനൽ ആശയല്ല. കണ്ടോ സാറേ, ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ഇവരെന്തിനാ ഈ കള്ള ആശമാർക്ക് ഇവർ കള്ളരാണെന്നും പറഞ്ഞ് ഇവർ തന്നയക്കുന്നത്? ഇതെന്തിനാ മാലാക എന്ന് പറഞ്ഞ് തന്നയക്കുന്നത്? ഇതെന്തിനാ ആൾക്കാരെ പറ്റിക്കാനാ? ഞങ്ങൾ പോകുന്നത് ആൾക്കാരെ പറ്റിക്കാനാണോ? പൊതുജനങ്ങളെയും ഈ പാവപ്പെട്ട ഞങ്ങളെയും പറ്റിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തില് ആരാ പറ്റിക്കുന്നത്? ഈ ജയരാജ സാറിന് ഒന്നും അറിയില്ല. പണ്ട് ഈ സിനിമ പറഞ്ഞത് അതൊരു ഒരു ചുക്കും അറിയില്ല കേട്ടാ, കുഞ്ഞു വാവയാ. ഈ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പലതവണ ഇവിടെ വന്നായിരുന്നു. അപ്പൊ അദ്ദേഹം നടത്തുന്ന ഇടപെടലിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞങ്ങൾ എങ്ങനെയാന്നല്ല സാറേ, എല്ലാരും ഞങ്ങൾക്ക് വന്ന് പിന്താങ്ങ് തരുന്നു. അങ്ങനെ ഞങ്ങൾ സാറിനെയും കണ്ടിട്ടുള്ളൂ. ഈ പെരുമഴയത്ത് ഇത്ര അടുത്ത് ഞങ്ങളുടെ അടുത്തിരിക്കുകയാണ്. ഈ പെരുമഴയത്ത് ഞങ്ങൾ ഷെഡ് ഇവിടെ താർപ്പ വലിച്ച് ഈ കമ്പിയിൽ കെട്ടിയിട്ട് അവരുടെ കമ്പി പോലും കെട്ടിയില്ല. ഞങ്ങൾ ഈ കമ്പി കെട്ടിയിട്ട് ഞങ്ങൾ ഈ പെരുമഴ 12:30 മണിയായപ്പോഴത്തേക്ക് തുടങ്ങി മഴ. 12:45 ആയപ്പോഴത്തേക്ക് 2:30 മണിയായപ്പോൾ പെരുമഴ, നല്ല മഴയായിരുന്നു. ഞങ്ങൾ ടാർപ്പ് അതുവരെ പോലീസുകാരെ അവിടെ നോക്കിയിരുന്നു. പാവം, അവരെ ഞങ്ങൾ കുറ്റം പറയില്ല. കാരണം അവർക്ക് മുകളിൽ നിന്ന് കൊടുത്ത ഓർഡർ അനുസരിച്ചാണ് അവർ പിറ്റേന്ന് വെളുപ്പിനും 2:45 വന്ന് തട്ടിയിട്ടിട്ട് ഇതിനകത്ത് ആളുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ആ ടാർപ്പ് അഴിക്കാൻ പറഞ്ഞു, ഇവിടെ കെട്ടാൻ പറ്റൂല, അഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ അഴിച്ച് മാറ്റിക്കൊടുത്തിട്ട് ആ പെരുമഴയിൽ നേരം ഈ മഴ കണ്ടും കൊണ്ടാണ്, ഈ ഞാൻ നനഞ്ഞു നിൽക്കുന്ന കണ്ടും കൊണ്ടാണ് ആ സാറ് വന്ന് എല്ലാരും ഞങ്ങൾക്ക് പിന്താങ്ങ് തന്നു. സാറും നിറഞ്ഞ മനസ്സോടുകൂടി നല്ല മനസ്സോടുകൂടിയാണ് തന്നത്. തിങ്കളാഴ്ചത്തെ എങ്ങനെയാണ് സമരം? ഞങ്ങൾ സമരത്തിന് തന്നെയാണ്. ഇതിനും വിജയിച്ചില്ല, ഉപരോധത്തിനും വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരണം വരെ സമരം കിടക്കും. ഞങ്ങൾക്ക് കിട്ടേണ്ടത് വാങ്ങിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഇപ്പോഴും ആ നിലപാടുകൾ ഒരു മാറ്റവും. ഈ വെയിലത്ത് മഴയത് ഞങ്ങൾ കഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഈ നിന്ന് ഞങ്ങൾ മോശമായിട്ട് ഒന്നും പറയുന്നില്ല സാറേ. ഒരു പാർട്ടിയും ഞങ്ങൾ മോശമായിട്ട് പറയുന്നില്ല. ഞങ്ങളിത് എല്ലാം ഒരൊറ്റ ആശാ വർക്കേഴ്സ് എന്ന് മാത്രമുള്ള ഒരു നേബിളിലാണ് ഇരിക്കുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ ഒരു കൊടിയുണ്ടോ എന്ന് നോക്കണം സാറേ. ഒരു കൊടി എങ്കിൽ സാർ പറഞ്ഞു, പലരും പല രാഷ്ട്രീയക്കാരാണ്. ഞാൻ പറഞ്ഞാൽ സാർ വേറെ ഒന്നും, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. എന്റെ അവകാശത്തിനാണ് ഞാൻ വന്നത്. ഞാനല്ലാതെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ല. എന്റെ അവകാശം വാങ്ങാൻ, ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ അവകാശം വാങ്ങാൻ മാത്രമാണ് ഞാൻ വരുന്നത്. എല്ലാവരും അതുപോലെയാണ്. പലരും ഞങ്ങൾ പാർട്ടിയല്ല. അത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബങ്ങളില്ല. അല്ലാതെ ഞങ്ങൾ ഈ പൊതു വേദിയിലും ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ പാവപ്പെട്ട 232 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവർക്ക് എന്തോന്നാ സാറേ ഇവിടെ പാർട്ടി പറയാതിരിക്കുന്നത്? എന്താന്നാ പാർട്ടി പറയാതിരിക്കുന്നത്? ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ അധ്വാനിച്ച പൈസ ഞങ്ങൾ വന്നത്. അല്ലാതെ ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇപ്പൊ ഈ ജയരാജ സാർ പറഞ്ഞ വെറും കുട്ടിയാ, ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ അതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദീകരണമൊന്നും പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് എത്രയും തീഷ്ണമായിട്ടാണ് ഈ സമരവുമായി ഈ 34 ദിവസവും അവർ മുമ്പോട്ട് പോകുന്നതെന്ന് ഈ ആശാ വർക്കർമാരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല എങ്കിൽ മരണം വരെ ഇവിടെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരം 34 ദിവസവും ഈ പൊള്ളുന്ന ചൂടിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.